ഉണ്ടാക്കാം. അതാണ് ഇന്നത്തെ വീഡിയോ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി ആദ്യം വേണ്ടത് ചിക്കൻ, പിന്നെ ഉള്ളി, വലിയ ഉള്ളി അരിഞ്ഞത്, പിന്നെ ഉരുളക്കിഴങ്ങ്, പിന്നെ ടൊമാറ്റോ, പിന്നെ പേസ്റ്റ്, ഇഞ്ചി, ചപ്പ്, കരിവേപ്പിൻ്റെ ഇല, വെളുത്തുള്ളി, അതൊക്കെ കൂടി അടിച്ചെടുത്തതും, പിന്നെ മുളക്, പിന്നെ ചപ്പ്, കരിവേപ്പിൻ്റെ ഇല, പിന്നെ വേണ്ടത് മുളകും പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല. അത്രയേ ഉള്ളൂ. എന്നാൽ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ കുക്കറിലേക്ക് ഇടാം. അപ്പൊ ചിക്കൻ ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്കൊരു നുള്ള് മഞ്ഞൾപ്പൊടി ഇടാം. ഇനി ഉപ്പിടാം. ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഉപ്പിടാം. ഇനി നമുക്കിത് നല്ലോണം കുഴച്ചെടുക്കാം. ഇത് നമ്മൾ കുഴച്ചെടുത്ത് ഇനി ഇതിൽ വെള്ളം ഒഴിക്കണ്ട. നമുക്കൊന്ന് അടുപ്പത്ത് വെച്ച് 4 വിസിലടിച്ചെടുക്കാം. ഇത് വേഗം വേവണ ചിക്കനാണ്. എന്നാൽ നമുക്ക് വെക്കാം. ഇത് 4 വിസിലടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് ആക്കാം. എന്നിട്ട് ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്യുന്നതും. എന്നാൽ നമുക്ക് ഇതൊന്ന് തുറക്കാം. ഇതാ കണ്ടോ? ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് ആക്കാം. ഇതിൽ വെള്ളം ഒഴിക്കാതെ തന്നെ വെള്ളം കണ്ടോ? അതിനോണ്ടാണ് വെള്ളം ഒഴിക്കാത്തത്. കുക്കർ ഒഴിച്ച് നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടാണ് ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കണം. ഉപ്പ് ഇട്ടെടുക്കാം. അപ്പൊ വേഗം വാടും. അപ്പൊ ഉള്ളി ഇങ്ങനെയാണ്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ടേസ്റ്റ് ഉണ്ട് ഗായ്സ് തക്കാളി. തക്കാളി സോസ് ഉപയോഗിക്കുന്നില്ല. അതിന് പകരമായിട്ടാണ് കുറച്ച് തോനെ തക്കാളി എടുത്തിരിക്കുന്നത് ഗായ്സ്. നമ്മളിപ്പോൾ തക്കാളി ഇട്ട് കഴിഞ്ഞു. ഉരുളക്കിഴങ്ങ് ഇപ്പം തന്നെ ഇടാം. ഗായ്സിൻ്റെ കയ്യിൽ കൊള്ളില്ല. കൊടുക്കാം. നമ്മള് ചിക്കൻ ഫ്രൈയിൽ ഉരുളക്കിഴങ്ങ് ഇടൂല. എനിക്ക് ചിക്കനിലിട്ട ഉരുളക്കിഴങ്ങ് നല്ല ഇഷ്ടമായിരുന്നു ഇടുന്നത്. ഇനി ഇത് 2 മിനിറ്റ് മൂടി വെക്കാം. നമുക്ക് ഇതൊന്ന് ഇട്ടെടുക്കാം. ഇനി നമുക്ക് പേസ്റ്റ് ഇട്ടെടുക്കാം.
എടുത്തു കഴിഞ്ഞ് നമുക്ക് മുളക് പൊടി ഇട്ടിട്ടാം. നമുക്കിനി മല്ലിപ്പൊടി ഒന്നും കൂടി ഇട്ടെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ മസാല ഇട്ടെടുക്കാം. ഒന്നുകൂടി ഇട്ടെടുക്കാം. ചിക്കൻ മസാലയാണ്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ടെടുക്കാം. സാധാരണ എല്ലാവരും ചിക്കൻ പൊരിച്ചിട്ടാണ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാറ്. എന്നാൽ നമ്മൾ ചിക്കൻ പൊരിക്കാതെയാണ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത്. നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വെള്ളം ഒഴിക്കാത്ത വേവിച്ചെടുത്ത ചിക്കനാണ് ഇതിന് വേണ്ടി എടുക്കുന്നത്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് കരിവേപ്പിൻ്റെ ഇട്ടേക്കാം. ഇനി നമുക്ക് ചപ്പിട്ടെടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം. എന്താ മണം വരുന്ന അമ്മ കാണുമ്പോൾ തന്നെ മണം വന്നിട്ടില്ല. അത് വെള്ളം ഇരിക്കും. നമുക്ക് കുരുമുളകും പൊടി ഇട്ടെടുക്കാം. നമുക്ക് നല്ലപോലത്തെ ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടി നാളെ സൂപ്പർ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ. എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, താഴത്തുള്ള ബെൽ ബട്ടണിൽ ഒന്ന് അമർത്തണേ. നമുക്ക് പിന്നത്തെ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.